മീവി സ്പീക്ക് വീഡിയോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് മാർച്ച് 8 ബുധൻ. ഇന്നും തുടർന്ന് അങ്ങോട്ടും അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷനാണ് ഈ വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും കൂടി ചെയ്ത് സപ്പോർട്ട് തരിക. ആധാർ എൻറോൾ ID ഉപയോഗിച്ച് പാൻ കാർഡ് എടുത്തവർക്ക് മുന്നറിയിപ്പ് നൽകി ആദായനികുതി വകുപ്പ്. 2025 31-നകം യഥാർത്ഥ ആധാർ നമ്പർ പാൻ കാർഡുമായി ലിങ്ക് ചെയ്യണമെന്ന് CBDT ആവശ്യപ്പെട്ടിരിക്കുന്നത്. 2024 ഒക്ടോബർ 1-നോ അതിനു മുമ്പോ ആധാർ അപേക്ഷയുടെ എൻറോൾമെന്റ് ID നൽകി പാൻ എടുത്തവരൊക്കെയും ഡിസംബർ 31-നകം അവരുടെ ആധാർ നമ്പർ ആദായനികുതി വകുപ്പിനെ അറിയിക്കണം. ആദായനികുതി വകുപ്പിനെ ആധാർ നമ്പർ എങ്ങനെ അറിയിക്കാം? ആധാർ നമ്പർ നൽകാനായി പാൻ ആധാർ ലിങ്കിൻ്റെ അതേ രീതി തന്നെയായിരിക്കും പിന്തുടരേണ്ടത്. അതായത് പാൻ ഉടമസ്ഥൻ നികുതി വകുപ്പിൻ്റെ ഇ-ഫയലിംഗ് പോർട്ടൽ സന്ദർശിച്ച് പാൻ ആധാർ ലിങ്ക് പ്രക്രിയ പൂർത്തിയാക്കണം. ഇത്തരത്തിൽ പാൻ കാർഡ് ഉടമകൾ പാൻ ആധാർ ലിങ്ക് ചെയ്യുന്നതിന് പിഴ ബാധകമാക്കില്ലെന്നാണ് സൂചന. ആധാറുമായി പാൻ ലിങ്ക് ചെയ്യുന്നതിന് പിഴ നൽകേണ്ടതുണ്ടായിരുന്നു. കാരണം പാൻ ആധാർ ലിങ്കിൻ്റെ അവസാന തീയതി 2023 ജൂൺ 30 ആയിരുന്നു. അതിനുശേഷം പാൻ ലിങ്ക് ചെയ്യാത്തവരും ഇപ്പോൾ അങ്ങനെ ചെയ്യുന്നവരുമായ ഏതൊരു പാൻ കാർഡ് ഉടമയും അങ്ങനെ ചെയ്യുന്നതിന് പിഴ അടയ്ക്കേണ്ടി വരും. എന്നാൽ ആധാർ എൻറോൾമെന്റ് ID ഉപയോഗിച്ച് പാൻ നേടിയ വ്യക്തികൾക്ക് ആ സമയത്ത് യഥാർത്ഥ ആധാർ നമ്പർ ഇല്ലായിരുന്നു. അതിനാൽ 2023 ജൂൺ 30 എന്ന സമയപരിധിക്കുള്ളിൽ വീണ്ടും ലിങ്ക് ചെയ്യാൻ കഴിയുമായിരുന്നില്ല. അതിനാൽ യുക്തിപരമായി ഈ പാൻ ഉടമകളെ ഇപ്പോൾ പിഴ അടയ്ക്കുന്നതിൽ നിന്ന് ഒഴിവാക്കണം. ഇതിനെ സംബന്ധിച്ച അറിയിപ്പുകൾ ആദായനികുതി വകുപ്പ് നൽകുമെന്നാണ് സൂചന. ആദായനികുതി വെബ്സൈറ്റായ www.incometax.gov.in എന്ന് ലോഗിൻ ചെയ്യുക. ക്ലിക്ക് ലിങ്ക്സ് വിഭാഗത്തിന് താഴെയുള്ള ലിങ്ക് ആധാർ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. നിങ്ങളുടെ പാൻ നമ്പർ വിശദാംശങ്ങൾ, ആധാർ നമ്പർ വിവരങ്ങൾ, പേര്, മൊബൈൽ എന്നിവ നൽകുക. ഞാൻ എൻ്റെ ആധാർ വിശദാംശങ്ങൾ സാധൂകരിക്കുന്നു എന്ന ഓപ്ഷൻ തിരഞ്ഞെടുത്ത് തുടരുക എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ആധാർ നമ്പർ നൽകാനായി പാൻ ആധാർ ലിങ്കിൻ്റെ അതേ രീതി തന്നെയായിരിക്കും പിന്തുടരേണ്ടത്. അതായത് പാൻ ഉടമകൾ നികുതി വകുപ്പിൻ്റെ ഇ-ഫയലിംഗ് പോർട്ടൽ സന്ദർശിച്ച് പാൻ ആധാർ ലിങ്കിൻ്റെ പ്രക്രിയ പൂർത്തിയാക്കണം. ഇത്തരത്തിൽ പാൻ കാർഡ് ഉടമകൾ പാൻ ആധാർ ലിങ്ക് ചെയ്യുന്നതിന് പിഴ ബാധകമാക്കില്ലെന്നാണ് സൂചന. ആധാറുമായി പാൻ ലിങ്ക് ചെയ്യുന്നതിന് പിഴ നൽകേണ്ടതുണ്ടായിരുന്നു. കാരണം പാൻ കാർഡ് ആധാർ ലിങ്കിൻ്റെ അവസാന തീയതി 2023 ജൂൺ 30 വരെയായിരുന്നു. ഇതിന്